അനുഭവിച്ച വേദനകൾ അതാണ് ഞാൻ നിങ്ങളിലേക്ക് കൊണ്ടുവന്നത്. പാലക്കാട്ടിന്റെ പുതുനഗരത്ത് ലീഗ് രൂപീകരിച്ച് ആദ്യമായി ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ പച്ച പതാക കേരളത്തിൽ ഉയർന്നത് പാലക്കാട്ട് പുതുനഗരത്താണ്. അത് ലീഗ് ചരിത്രമാണ്. ലീഗ് ചരിത്രം പഠിക്കുന്നവർക്ക് പ്രായമുള്ളവരോട് ചോദിച്ചറിയാം. പാലക്കാട്ട് പുതുനഗരത്ത് മുസ്ലിം ലീഗിന്റെ പച്ച പതാക ഖൈദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാവക്കി തങ്ങളായിരുന്നു ഉയർത്തിയത്. ആ ചരിത്രം അറിയുന്ന ഏക ലീഗുകാരൻ ലീഗിന്റെ സ്ഥാപക നേതാവ് 1948 മാർച്ച് 10 മദ്രാസിലെ രാജാജി ഹാളിൽ അവിടെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയത്. ലീഗ് രൂപീകരിക്കുമ്പോൾ ആ യോഗത്തിലുണ്ടായിരുന്നു സേഠ് സാഹിബ് പാണ്ടിക്കടവൻ കുഞ്ഞാലി. ജനിച്ചിട്ടില്ല, അദ്ദേഹത്തിന്റെ ഉമ്മയും ഉപ്പയും കല്യാണം കഴിഞ്ഞിട്ടില്ല. എത്ര പേർക്കതറിയാം എന്നെനിക്കറിയില്ല. 1948 മാർച്ച് 10 മദ്രാസിലെ രാജാജി ഹാളിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപീകരിച്ചു. ലീഗ് രൂപീകരിച്ച ആദ്യമായി ലീഗിന്റെ പച്ചപ്പതാക പാലക്കാട്ട് പുതുനഗരത്താണ് ഉയർത്തിയത്. ആ ചരിത്രം അറിയുന്ന സേഠ് സാഹിബ് പറഞ്ഞു, മുസ്ലിം ലീഗിന് 6 മാസം അവധി കൊടുത്തു. നേരെ ചിന്തിക്കാൻ കേട്ടില്ല. അവര് സേഠ് സാഹിബിനെ പേട്ട് തേങ്ങയാക്കി നടന്നു. അവധി കൊടുത്തു കേൾക്കാത്ത അവർക്ക് സേഠ് സാഹിബ് പറഞ്ഞു, ഞാനിതാ പുതിയ ലീഗ് ഉണ്ടാക്കും. ആ ലീഗിന്റെ പേര് ഇന്ത്യൻ നാഷണൽ ലീഗാണ്. നാഷണൽ ലീഗ് ഉണ്ടാക്കി. ആദ്യമായി നാഷണൽ ലീഗിന്റെ പതാക ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന യഥാർത്ഥ പാർട്ടിയുടെ പതാക ഉയരേണ്ടത് പാലക്കാട്ട് പുതുനഗരത്താണെന്ന് നിശ്ചയിച്ചു. സേഠ് സാഹിബ് വന്നു. കുഞ്ഞാലിക്കുട്ടി മൂപ്പൻ ഇവിടുന്ന് ഫോൺ ചെയ്തു. പാലക്കാട്ടുണ്ട് അങ്ങാടിയിൽ വിളിച്ചു പറഞ്ഞു, യൂത്ത് ലീഗുകാരുണ്ട്, സേട്ട് വരുന്നുണ്ട്, കോട്ടുപാല, അയാൾ അപമാനപ്പെടുത്തണം, ഒരു കറുത്ത കൊടിയും പിടിച്ചോളൂ, ആ പാലക്കാട്ട് അങ്ങാടിയിലെ കുറച്ച് തെരുവ് വേശികളെയും കളക്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. പ്രകടനം ഉണ്ടായി. നമ്മൾ പത്രത്തിൽ അത് വായിച്ചതാണ്. പാലക്കാട്ട് മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് അനീഫ് ഹാജി നാഷണൽ ലീഗ് ചേർന്നു. അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങായിരുന്നു അവിടെ. യഥാർത്ഥ ലീഗിന്റെ പച്ച പതാക വീണ്ടും പാലക്കാട്ട് പുതുനഗരത്ത് ഉയരുകയായിരുന്നു. യഥാർത്ഥ മുസ്ലിം ലീഗിന്റെ ചരിത്രം. എന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അറിയണ്ടേ, പാലക്കാട്ട് കാറിൽ വന്നിറങ്ങിയ സേഠ് സാഹിബിനെതിരെ ഒരു തോളത്ത് സേഠ് സാഹിബ് ഉണ്ടാക്കിയ ലീഗിന്റെ കൊടി പിടിച്ചിരിക്കുന്നു ലീഗിന്റെ ചില പ്രവർത്തകന്മാർ. ഒരു തോളത്ത് കറുത്ത കൊടിയും. ആരാ ഇതൊക്കെ പിടിച്ചത്? ലീഗിന്റെ പ്രവർത്തകന്മാർ മാത്രമല്ല, ഒരു പറ്റം പാലക്കാട്ടെ തെരുവിലെ 10-20 തെരുവ് വേശ്യകളെയും സംഘടിപ്പിക്കുന്നു. ഈ വൈകുന്നേരമായാൽ ടൗണിലൊക്കെ കാണുന്ന ചില വൃത്തികെട്ട പെണ്ണുങ്ങളില്ലേ, അവരെ സംഘടിപ്പിച്ചു നിർത്തി. എന്നിട്ട് ലീഗിന്റെ ഈ ജാഥക്ക് മുമ്പിൽ നിർത്തി സേഠ് സാഹിബ് വന്നിറങ്ങിയപ്പോ അതിന് മുന്നിലേക്ക് നിർത്തി ഈ യൂത്ത് ലീഗുകാർ പ്രകടനം വിളിച്ചു, ഗോ ബാക്ക് സുലൈമാൻ ഷെട്ടോ, മുസ്ലിം ലീഗ് സിന്ദാബാദ്, കുഞ്ഞാലിക്കുട്ടി സിന്ദാബാദ്. അതായിരുന്നു മുദ്രാവാക്യം. മഹാനായ മഹബൂബ് മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സാഹിബ് അന്ന് പാലക്കാട്ട് പുതുനഗരത്ത് നടന്ന യോഗത്തിൽ പൊട്ടിക്കരഞ്ഞാ പ്രസംഗിച്ചത്. സമൂഹത്തോട് മലബാറിലെ മുസ്ലിങ്ങളോട് മുസ്ലിം ലീഗുകാരോട് ചോദിച്ചു, ഞാൻ ചെയ്ത തെറ്റെന്താണ്? പൊട്ടിക്കരഞ്ഞുകൊണ്ട് സേഠ് സാഹിബ് യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞപ്പോ എത്രത്തോളം വേദനയോടെയാണ് അന്നത്തെ നാഷണൽ ലീഗ് പ്രവർത്തകന്മാർ, കായിക മില്ലത്ത് കൾച്ചറൽ ഫോറത്തിന്റെ പ്രവർത്തകന്മാർ അത് ഉൾക്കൊണ്ടത് എന്നത് എത്ര പേർക്കറിയാം എന്ന് എനിക്കറിയില്ല. അറിയന്റെ ആ ഭയ ചരിത്രം നമ്മൾ മറന്നു പോകാൻ പാടുണ്ടോ? പാലക്കാട്ടെ പുതുനഗരത്ത് മാത്രമല്ല, വടകരയിൽ വന്നിറങ്ങിയപ്പോ വടകരയിലെ യൂത്ത് ലീഗുകാരൻ അണിനിരത്തി റെഡിയാക്കി ഉടുമുണ്ട് പൊക്കി കാണിച്ചു. നിങ്ങൾ അറിഞ്ഞതാണ് ആ സമയം. ആ സംഭവം പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ സേഠ് സാഹിബ് കായിക മില്ലത്ത് കൾച്ചറൽ ഫോറത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നപ്പോ ഉടുമുണ്ട് പൊക്കി കാണിച്ച് അവിവേകം കാട്ടിയവർ. എന്തൊക്കെയാണ് അപമാനപ്പെടുത്തലുണ്ടായത്? ഏതൊക്കെ തരത്തിലാണ്? റഹ്മാനായ റബ്ബ് ഇത് കണ്ടു. നമ്മൾ ഈ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ അതിന്റെ ശിക്ഷയും അനുഭവിക്കപ്പെട്ടു എന്നതാണ് പച്ച പരമാർത്ഥം. ആർക്കാണത് നിഷേധിക്കാൻ കഴിയുക? അല്ലേ? മഹാനായ മെഹബൂബ് മില്ലത്തിന് കറുത്ത കൊടി പിടിച്ച് തെരുവ് വേശികളെ ഇറക്കിയ ആ വിദ്വാന്റെ തലയിൽ കോഴിക്കോട്ടെ ഇല്ല കേസാവട്ടെ ഇല്ലാത്ത കേസാവട്ടെ ആ കേസിന്റെ വലയിൽ കറുത്ത കൊടിയിട്ട് നിൽക്കേണ്ട ഗതികാട് സംജാതമാക്കി റഹ്മാനായ റബ്ബ്. നമ്മൾ കണ്ടല്ലോ കോഴിക്കോടിന്റെ സംഭവത്തിലൂടെ, ഐസ്ക്രീമിലൂടെ. അതേ കറുത്ത കൊടി അല്ലേ, അതേ വൃത്തികെട്ട പെണ്ണ് നടന്നോ നടന്നില്ലേ എന്ന് നമുക്കറിയില്ല. അത് പരിശോധിക്കേണ്ട ആള് നമ്മളുമല്ല. പക്ഷേ പറയട്ടെ, ഒരു സൽക്കാര ചടങ്ങിലെ ഒരു പ്രത്യേക ഭക്ഷ്യധാന്യത്തിന്റെ പേരിൽ, ഭക്ഷണ പദാർത്ഥത്തിന്റെ പേരിൽ ഇന്നും അറിയപ്പെടുകയാണ് ഒരു വിദ്വാൻ. നിന്ദിതനാണ്. പരിശുദ്ധ ഖുർആനാണ് സാക്ഷി.